ബ്യൂട്ടിഫുൾ സോൾസ്. എന്താണ് പ്രണയം? കഥകളിലും കവിതകളിലും പാട്ടുകളിലും ചങ്ങമ്പുഴയും രമണനും ഒക്കെ വർണ്ണിച്ച പ്രണയം എന്ത് ഭംഗിയാണ് അതിനല്ലേ. പക്ഷേ നമ്മളത് ആസ്വദിക്കാറുണ്ടോ? അല്ലെങ്കിൽ എത്ര കാലം നമുക്കത് ആസ്വദിക്കാൻ പറ്റാറുണ്ട്? ശരിക്കും അതിൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ, അതിൻ്റെ തുടക്കത്തിലെ ഒരു കാലഘട്ടത്തിൽ ഒഴിച്ചാൽ പ്രണയം പിന്നെ ആസ്വദിക്കുന്ന ആളുകൾ കുറവാണ്. പ്രണയിച്ചതിൻ്റെ പേരിൽ അതിൽ തന്നെ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും. എനിക്കിന്ന് കാലത്ത് പൂരങ്ങളുടെ വിശേഷമൊക്കെ കണ്ടപ്പോഴേ ഓർമ്മ വന്നൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. ആനപ്രേമികളെന്ന് വിളിക്കുന്നവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവർ ആനയെ പ്രണയിക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു ചിട്ടകളായിട്ട് അതൊന്ന് താരതമ്യം ചെയ്താൽ അതിങ്ങനെയാണ്. ഒരാളെ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ പ്രപ്പോസ് ചെയ്ത്, ഇത് പ്രപ്പോസലൊന്നുമില്ല, നേരെ കയറി അങ്ങ് പിടിച്ചേച്ചും വരുവാണ്. എന്നിട്ട് കുറേ ചിട്ടകളും കുറേ രീതികളും പഠിപ്പിച്ച്, അത് തല്ലി പഠിപ്പിച്ച്, പ്രണയത്തിലും അത് സംഭവിക്കാറുണ്ട് അല്ലേ. അവരവരുടെ കൂട്ടത്തിൽ നിന്നെല്ലാം മാറ്റി കൊണ്ടുവന്ന് അവരെ തല്ലി പഠിപ്പിക്കുന്ന കുറേ അച്ചടക്ക നിയമങ്ങൾ. ഇത് കഴിഞ്ഞ് ഏറ്റവും തലയെടുപ്പുള്ള ആനയാണെന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടരെന്ത് ചെയ്യും? എൻ്റെ പെണ്ണിനെ കാണാനാണ് ഏറ്റവും ഭംഗി എന്ന് വാദിച്ച്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊന്ന് സന്തോഷിച്ച്, അല്ലെങ്കിൽ അവളാണ് ഏറ്റവും നല്ലത്, അവളെപ്പോലെ മറ്റൊരാളില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആനയും നമ്മൾ ഇത്രയും തലയെടുപ്പുള്ള ആന വേറെ എവിടെ കിട്ടും എന്നൊക്കെ നമ്മൾ കൂട്ടുകാരോട് വീമ്പ് പറഞ്ഞ് ആനയെ കൊണ്ട് നടക്കും. പൂരത്തിൻ്റെ സമയമാകുമ്പോൾ താങ്ങാവുന്നതിലധികം വെയിറ്റ് അതിൻ്റെ ചുമലിൽ കെട്ടിവെക്കും. നമ്മുടെ നവവധുക്കളെ അണിയിച്ചെടുക്കുന്ന പോലെ, വലിയ വലിയ ആഭരണങ്ങളൊക്കെ ഇടിക്കുന്ന പോലെ നെറ്റിപ്പട്ടവും വെഞ്ചാമരം, പോരാത്തതിന് 3 പേര് 4 പേര് ആനയുടെ പുറത്ത്. ഈ ചൂട്ടത്ത്, ഈ വെയിലത്ത് ഭക്ഷണവും വെള്ളവും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ നിൽക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ഒരു രീതി അതല്ലല്ലോ. അവരങ്ങനെ ജീവിക്കേണ്ട ജീവികളല്ലല്ലോ. എന്നിട്ട് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവരെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന വരെ അവരെങ്ങനെയാണ് മനുഷ്യർ ട്രീറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആനപ്രേമികളെന്ന് വിളിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റില്ല. ശരിക്കും അവർ പ്രണയിക്കുകയാണ്. ഒരു മനുഷ്യനെ കൂച്ചുവിലങ്ങിട്ട് പ്രണയത്തിൻ്റെ ചട്ടക്കൂടിൽ നിർത്തുന്ന പോലെ ആനയും ആ ഒരു ചട്ടക്കൂടിൽ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായങ്ങൾ പറയണം. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.